എമ്പുരാൻ കുറച്ചും കൂടി ഒരു വലിയ പടമാണ് സത്യത്തിൽ. കാരണം ഇതിനകത്ത് ഞാൻ കേട്ടറിഞ്ഞാണ്, ഞാൻ മോനോട് കഥ ചോദിക്കുന്നതില്ല, അവൻ പറയത്തുമില്ല. അല്ല, അവനറിയാം, അവനിങ്ങനെ ആ ഒരു ഓരോരുത്തർ പറഞ്ഞറിഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്താണ് കുറച്ച് കൂടുതൽ ഈ സ്റ്റീഫൻ ആരാണെന്നും സ്റ്റീഫന്റെ കൂട്ടുകാരനായിട്ട് രാജു വരുന്നുണ്ടല്ലോ, മറ്റേ ഒരു സിംഗിടിയായിട്ട്, അതാരാണെന്നും ഒക്കെയുള്ള കുറെ കൂടെ ഡീറ്റെയിൽഡ് വേർഷനാണ് ഓരോ ക്യാരക്ടറിൻ്റെയും. പിന്നെ കുറെ കൂടെ സംഭവങ്ങൾ ഇതിലാണ് കൂടുതൽ എന്നൊക്കെ പറയുന്നു. പക്ഷെ രാജുവിനുള്ള ഏക ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്, അവന് ഒരു ജോലി അങ്ങോട്ട് ഏറ്റാൽ ഒരു 150% അവൻ അതിനകത്ത് ഇൻവോൾവ്. വളരെ മുമ്പേ ഇതെല്ലാം റെഡിയാക്കി സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി, ആദ്യത്തെ ദിവസം ഷൂട്ടിങ്, ഫസ്റ്റ് സീൻ ഏത്, അതിലാരൊക്കെ, ഇതിലെന്ത് വേഷം, ഇതെല്ലാം നേരത്തെ ബന്ധപ്പെട്ടവരുടെ കയ്യിൽ DTP എടുത്ത് കൊടുക്കും. ഒരു കൺഫ്യൂഷനും ഒന്നുമില്ല. എനിക്ക് വരെ തലേ ദിവസം മൊത്തം ഈ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കണ്ടല്ലോ ബ്രോഡാഡി ആ സീൻ തലേ ദിവസം വീട്ടിൽ അവിടെ റൂമിൽ കൊണ്ടുതരും. ഇതാണ് നാളെ ചേച്ചിയുടെ സീൻ എടുക്കാൻ പോകുന്നത്, ഏത് ഡയലോഗ്, എല്ലാ സീന്, നമ്മുടെ കൂടെ ആരൊക്കെയാ, ഇതാണ് നിങ്ങളുടെ ഡയലോഗ്, എല്ലാം തരും. അങ്ങനെ ഒരു ക്ലീൻ പ്ലാനിങ് ഉണ്ട് രാജുവിന്. അത് എനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് കുറെ കൂടെ ഇപ്പോൾ അവിടെ ചെന്ന് ഇപ്പം വരും സീൻ, ഇപ്പം വരും അത് പറഞ്ഞിരിക്കുന്നതിന് നല്ലതല്ലേ. സീൻ കൈ കിട്ടിയാൽ നമുക്കൊന്ന് വായിച്ചിട്ട് പോകാമല്ലോ. ജോഷി സാറൊക്കെ, അയ്യോ, ഞാൻ ഈ പറഞ്ഞോട്ടെ, ഞാൻ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ജോർജ് സാറൊക്കെ നമ്മൾ കോഴിക്കോട് ഞാൻ മണ്ണൊക്കെ അഭിനയിക്കുമ്പോൾ സാറ് തന്നെ തലേ ദിവസം ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വരുമ്പോഴത്തേക്ക്, വന്നോ നിങ്ങൾ, ശരിതാ എടോ മലയാളിക്ക് സീൻ കൊടുക്ക്, തരും, വായിക്കാൻ തരും.